അറിയാലോ, ഇനിയിപ്പോ CKCയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഗൗതം നഷ്ടക്കച്ചവടത്തിനൊന്നും ഇറങ്ങില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാ CKCക്ക് തീരുമാനിക്കാം. പക്ഷെ എന്തോ എന്റെ കാൽക്കുലേഷനിലും ആ പ്രോപ്പർട്ടിക്ക് അത്രയും എമൗണ്ട് തോന്നിയില്ല. അതാണ് ഒരു കൺഫ്യൂഷൻ. CKCയുടെ പഴയ ബിസിനസ് ലോകമൊന്നും അല്ല ഇന്നത്തെ ലോകം. ഗൗതം വളരെ യങ് ആണ്. അവന്റെ തോട്ട്സും അപ്ഡേറ്റഡ് ആണ്. അവനോളം എത്താൻ CKCക്ക് കുറച്ച് പാടുവിടേണ്ടി വരും. നാളത്തെ ലേലത്തില് ഗൗതമിന് മുന്നിൽ വീണ്ടും തോറ്റ് തല കുമ്പിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനാണ് താല്പര്യമെങ്കിൽ ഞാൻ പറഞ്ഞത് CKC വിശ്വസിക്കണ്ട. അറിയാലോ, നിധി തോൽക്കണം എന്ന ഒറ്റ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് കൂട്ടുനിൽക്കുന്നത്. എന്റെ മോനെ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷിക്കണം. അതിനു വേണ്ടി മാത്രം വേണമെങ്കിൽ ഇത് ചെയ്യാം. അല്ലെങ്കിൽ നാളത്തെ ലേലത്തിന് പോയി തോറ്റോ. തീരുമാനം CKCയുടേതാണ്. സർ, 15 കോടി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു എമൗണ്ട് ആണ്. വെറുതെ മാനേജർ എന്ന് പറഞ്ഞ് നടന്നാൽ പോരടോ. ആദ്യം ബിസിനസ് ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഒരു റിപ്പോർട്ട് ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നു. ഭഗവാനെ, ഇന്ന് നടക്കാൻ പോകുന്നത് ഒരച്ഛനും മകനും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ മത്സരത്തിൽ ചതിയനായ CKC തോൽപ്പിച്ച് വിജയം നേടാൻ എന്റെ മോനെ സഹായിക്കണേ.